പാചകവാതകത്തിന്റെ അന്യായമായ വില വർധനവിന് കോതമംഗലത്ത് കടകൾ അടച്ച് പ്രതിഷേധം ചെയ്തു. കോതമംഗലത്ത് പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 24 മണിക്കൂർ ഹർത്താലിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കടകൾ അടച്ചിട്ട് പ്രതിഷേധ സമരം നടത്തിയത്. നഗരത്തിലെ KSRTC ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരസഭാ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് പാചകവാതകം. അതില്ലാതെ ഒരു സ്ഥാപനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കേവലം 910 രൂപ 3 വർഷം മുമ്പ് വരുന്ന ഗ്യാസിന് ഒരു സിലിണ്ടറിന് ഇപ്പോൾ 3085 രൂപയാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ വാങ്ങുന്നത്. ഈ കഴിഞ്ഞ മെയ് 1-ാം തീയതി 993 രൂപ 1000 രൂപയോളമാണ് ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ വില കൂട്ടിയിട്ടുള്ളത്. കാര്യം പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രസക്തിയൊക്കെ ഉണ്ട്, നമുക്കറിയാം. കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. വാർത്താ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ കാര്യങ്ങൾ കണ്ടും അറിഞ്ഞും നമ്മൾ അറിയുന്നതാണ്. പക്ഷേ ഒരു വേളയിൽ ഒറ്റയടിക്ക് ഇത്രയും തുക, ഭീമമായ തുക വർദ്ധിപ്പിച്ച സാഹചര്യം ഇതുവരെ നമ്മൾ ഇന്ത്യ കണ്ടിട്ടില്ല. ഇത്ര വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തെ അഭിമുഖീകരിക്കുന്ന തലത്തിലല്ല ഈ വില വർധനവ് എന്നുള്ളത് ഒരിക്കലും ഞങ്ങളെ ഏറ്റവും കൂടുതൽ ദുഃഖിതരാക്കിയ ഒരു അവസ്ഥയാണ്. നഗരസഭ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി മുഖ്യപ്രഭാഷണം നടത്തി. KSRA യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് KK അശോകൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് VT ഹരിഹരൻ, സംസ്ഥാന വനിതാ വിംഗ് പ്രസിഡന്റ് ആശ ലിലി തോമസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ കരീം, PK മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബെന്നി CJ സ്വാഗതവും ട്രഷറർ PK സഹീർ നന്ദിയും രേഖപ്പെടുത്തി. എല്ലാ മേഖലയിലുള്ള ജനങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഗവൺമെന്റ് നേരിട്ട് നിയന്ത്രണമുള്ള പെട്രോളിയം കമ്പനികൾ ഇത്തരത്തിലുള്ള അനിയന്ത്രിതമായ വിലവർധനവ് നടത്തുമ്പോൾ അത് തടയാനുള്ള സാമാന്യ മര്യാദ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിനുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിലെല്ലാം കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങളോട് പറയുന്നത് പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയും എല്ലാം വില വളരെ കുറച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുകയും തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലേറുമ്പോൾ ഇത്തരത്തിലുള്ള പെട്രോളിനും ഡീസലിനും ഗ്യാസിനുമെല്ലാം വലിയ വിലവർധനവാണ് കഴിഞ്ഞ 12 വർഷക്കാലമായി ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238 355070.